നമുക്കിനി ആരംഭിക്കാം. ഓം സഹനാവതു സഹ്നതു പുനഃതു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതംസ്തുഷാവഹൈ. ഓം ശാന്തി ശാന്തി. സമാധാനീയരായ എല്ലാ കുട്ടികളും നമ്മുടെ ഈ ഭാഗവത ക്ലാസ്സിലെ ഒരു നിത്യേനയുള്ള നിറസാന്നിധ്യമായിരുന്നു അനന്തരാമൻ സ്വാമി. എപ്പോഴും സംശയങ്ങൾ ചോദിക്കുകയും ജീവിതം മുഴുവൻ ഭാഗവതത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു മഹാത്മാവായിരുന്നു അദ്ദേഹം. നമ്മെ വിട്ടുപിരിഞ്ഞു പോയി എന്നുള്ള ധാരണയാണ്. പക്ഷെ ഈ ക്ലാസ്സിൽ നമുക്കതൊരു വലിയ ഒരു കുറവായി പലപ്പോഴും തോന്നാറുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ലക്ഷ്യം മുഴുവൻ ഇത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഭാഗവതം പഠിച്ചുകൊണ്ടിരുന്ന് അതിൽ കൂടി തനിക്ക് ഇവരും വിട്ടുപോകാൻ പറ്റുന്നു, കഷ്ടപ്പാടുണ്ടാവരുത് എന്ന ചിന്ത. അതേപോലെ ഇത്രയും കാലവും ഉപാസനയുടെ പരിണതഫലമായി ഒരു കഷ്ടപ്പാടുണ്ടാവാതെ ഒരു സെക്കൻഡ് കൊണ്ട് അദ്ദേഹം വിഷ്ണുപദത്തിലേക്ക് എത്തി എന്നുള്ളത് അത്ഭുതം. ഒരു വിഷമം ഉണ്ടായില്ല. രാവിലെ എഴുന്നേറ്റ് പതിവ് പോലെ 2 മണിക്ക് എഴുന്നേറ്റ് എല്ലാ കൃത്യങ്ങളും നിർവഹിച്ചു. ജപവും സഹസ്രനാമങ്ങൾ സൂക്തങ്ങൾ എല്ലാ സകല ജപവും കഴിഞ്ഞ് 6:30 ഉള്ള കാപ്പി കുടിച്ചിട്ട് 7 ഭക്ഷണം കഴിക്കും. അതിന് ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് കയറിയപ്പോ ഭാര്യയുടെ തൊട്ടടുത്ത മാമിയുടെ അടുത്തൊരു അമ്പലത്തിൽ പോയിട്ട് വന്നുള്ളൂ. ഞാൻ പതിവിലിരിക്കാം. എന്നിട്ട് ഇവരെ 8:30 ഇവരുടെ ചേട്ടനെ ഞാൻ കാണാനായിട്ട് കൊല്ലത്ത് പറഞ്ഞിട്ട് എല്ലാം പായ്ക്ക് റെഡിയാക്കി നമുക്ക് പോയേക്കാൻ വണ്ടി 8:30 വരും എന്നൊക്കെ പറഞ്ഞവരെ പറഞ്ഞയച്ചിട്ട് അദ്ദേഹം കഴിക്കാൻ താഴെ ഇരുന്നേ കഴിക്കുള്ളൂ. കഴിക്കാനായിട്ട് പ്ലേറ്റ് എടുത്ത് താഴെ വെച്ച് ഇരുന്നേ ഉള്ളൂ. ഒരു വശത്തേക്ക് തെരഞ്ഞു ഫ്രിഡ്ജിലേക്ക് തല തെരിച്ചു വെച്ചു. അപ്പോഴേ അത് തിരിച്ചു വരുമ്പോ ഇല്ല. ഈ പ്രായത്തിലും തറയിലിരുന്ന് കഴിക്കുമായിരുന്നോ സാറേ? അത്രേ ഉള്ളു. പ്ലേറ്റ് എടുത്ത് വെച്ചോളൂ, കഴിച്ചില്ല. കാപ്പ് കുടിച്ചു രാവിലെ. ശരി. 10 മിനിറ്റ് ആയുള്ളൂ മാമ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ ഇങ്ങനെ ഇവിടെ ഇരിക്കുക, തലയും ചാച്ചിങ്ങനെ ഇരിക്കുക. അപ്പൊ എപ്പോഴാ എന്താ ഒരു സെക്കൻഡുകൾക്കുണ്ട് ഒരു സമാധി പോലെ. അതപ്പോ ഇത്രയും നാള് ഇങ്ങനെ ഈ ഭാഗവത ഉപാസനയുടെ ഫലം ശരിക്കും അനുഭവിച്ച ആളാണ് നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും ഹ്യൂമോഫായ സാം. നമ്മുടെ സത്രം തുടങ്ങുന്നതിന് ഏതാണ്ട് കുറച്ച് ദിവസം മുമ്പുള്ള ഒരു ക്ലാസ്സില് ഇങ്ങനെ സംസാരിച്ചപ്പോഴും അതെ എപ്പോഴും ഇത് പറയുമല്ലോ. അതെ എപ്പോഴും ഇതിന്റെ മഹത്വത്തെ കുറിച്ച് പറയലായിരുന്നു സാറേ. എപ്പോഴും ഇതിന്റെ മഹത്വത്തെ കുറിച്ച് പറയും. ഒരു ക്ലാസ് മുടക്കില്ല. എന്നെ അപ്പ വിളിക്കും, എനിക്ക് ലിങ്ക് കിട്ടിയില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ പെട്ടെന്ന് വായിച്ചു വെച്ചാൽ ലിങ്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ കേരളത്തിൽ എവിടെ പ്രഭാഷണം പോയാലും അതിന്റെ യൂട്യൂബ് ചാനലോ ലിങ്കോ എന്തെങ്കിലും ഭാമയ്ക്ക് വേണം. ഇല്ലെങ്കിൽ എന്നെ അപ്പ വിളിക്കും. ഇത് അറിയും എങ്ങനെങ്കിലും. പറഞ്ഞ ഇന്നത്തെ പ്രഭാഷണം എനിക്കൊന്ന് അയച്ചറിഞ്ഞ എനിക്കിത് കേട്ടോണ്ടിരിക്കാനാണ്. മുഴുവൻ സമയവും ഭാഗവതം വായിക്കും. ഇത് കേൾക്കല് മാത്രമേ ഉള്ളൂ. രാവിലെ കാപ്പ് കുടിച്ചിട്ടുള്ള ഉച്ച വരെ ഇതാണ്. ഉച്ച കഴിഞ്ഞ് 10 മിനിറ്റ് മങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ. 7:30 ആകുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് രാത്രി ഉറങ്ങും. വൈകിട്ട് 2 മണിക്ക് എഴുന്നേൽക്കുകയും ചെയ്യും. ഇതാണ് അദ്ദേഹത്തിന് ചിട്ട. വേറൊന്നും ചിന്തിക്കുകയില്ല, പറയുകയില്ല, ഒന്നുമില്ല. ഇത് മാത്രമാണ്. അപ്പൊ അങ്ങനെ പോയാൽ അതെ അതേ 5, 8, 10 വർഷം ആശുപത്രിയിൽ കിടന്ന് വെന്റിലേറ്ററിൽ കിടന്ന് ഇങ്ങനെ നോക്കി കിടക്കുന്ന ആൾക്കാരും ഇതും കൂടി കാണുമ്പോ നമുക്കൊരു അത്ഭുതമല്ലേ വസ്തു. അതെ സമാധിക്ക് സമാനമായിട്ടുള്ള അതെ. നമ്മൾ ഭാഗവത പഠിതാക്കൾ ഒരാൾ ഈ ഒരു സമാധിയിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തൊരു ആശ്വാസമാണ്. നമ്മൾ ചെയ്ത ഓരോ കർമ്മത്തിന്റെയും ഫലം ഓരോരുത്തർ അനുഭവിക്കാൻ കാരണമായി എന്നറിയുമ്പോൾ അതൊരു വലിയ അത്ഭുതമാണ്. അത്ര ശക്തിയുള്ളതാണ് ഭാഗവതം എന്നപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. ജനുവരി 5-നാന്ന് തോന്നുന്നു അവിടെ എത്തിയിരുന്നു, സത്രം തുടങ്ങിയെന്ന്. അതെ, അത് വന്നിരുന്നു. ഒരു നേരം മാമി എന്നും വരുമായിരുന്നു. ബാക്കി വീട്ടിൽ നിന്ന് കേൾക്കുമായിരുന്നു മുഴുവൻ സത്രവും കംപ്ലീറ്റ് കേട്ടിട്ടാ. സാറിന്റെ വലിയ ഫാനായിരുന്നു. അതെ അയ്യോ ഇവിടെ ആയാലും ഇതിങ്ങനെ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടേ ഇരിക്കുമായിരുന്നു. സൂക്തിഫുത അവസാനം എന്നോട് പറഞ്ഞ് വാങ്ങിച്ച് അത് മുഴുവൻ വായിച്ചു. ഈ വായന മാത്രമേ ഉള്ളൂ മുഴുവൻ സമയവും. ഇത് മാത്രമാണ്. അതുകൊണ്ട് ഒരു വിചാരവും മനസ്സിൽ കിടക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒന്നിനെ കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. പത്രം പോലും വായിക്കാറില്ല. ഭാഗവതം മാത്രം. ഇതിങ്ങനെ നിരന്തരം വായിച്ചും കേട്ടും പ്രഭാഷണം കേട്ടും അതിലേക്ക് ലയിച്ചുള്ള ജീവിതത്തിൽ ഇതായിരുന്നു
നരകയാതനകളൊന്നും അനുഭവിക്കാതെ എനിക്ക് ഇവിടെ വിട്ടു പോകണം എന്നായിരുന്നു ആഗ്രഹം. അതേപോലെ ഒന്നും ഉണ്ടായില്ല. സെക്കൻഡുകൾക്കുണ്ട് ഇവിടെ വെച്ച്. മനസ്സിന്റെ ആ സ്വച്ഛത തീർച്ചയായും അതാ പരമപദങ്ങളിലോട്ട് അതെ ഏതാണ്ട് അതെ, അതെ. ഒരു ഭാഗവതത്തിന്റെ മഹത്വം നമുക്ക് ശരിക്കും അനുഭവിച്ചാണ് ഇദ്ദേഹത്തെ കൂടി അത് ഒരു ഉപാസനയായിട്ട് കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും ആ തുല്യ ലക്ഷ്യത്തിലേക്ക് എത്താമെന്നുള്ള ഉറപ്പായി. എന്തായാലും എനിക്കതൊരു വലിയൊരു വിട. കാരണം അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പൂർണ്ണതയുണ്ടായിരുന്നു ക്ലാസ്സിൽ എപ്പോഴും. ആ ഒരു അതെ, വിട്ടുപിരിഞ്ഞു പോയി. പക്ഷെ നല്ല വഴിയിലേക്ക് വേണ്ട വിധത്തിൽ പോയി എന്നുള്ള ആശ്വാസമുണ്ട്. മറ്റെന്ന് നേരത്തെ കൃത്യസമയത്തെ ക്ലാസ്സിൽ കയറും, മുഴുവൻ സമയവും എല്ലാ ക്ലാസ്സിലും ആയിരിക്കും. അതെ, ആ ഒരു കുറവ് നമുക്കിപ്പോ ക്ലാസ്സിലുണ്ട്. തീർച്ചയായിട്ടും അതൊരു വലിയ വിടവ് തന്നെയായിരിക്കും. സോമൻ വീട്ടിൽ പോയി വായിച്ചു കേൾപ്പിക്കായിരുന്നു സാറേ. ഫോൺ പോയി വായിച്ചു കേൾപ്പിക്കായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഫോണിനെ വിളിക്കും. നേരെ ഉള്ളപ്പൊക്കെ ഫോൺ പോയിരുന്ന് വായിച്ചു കേൾപ്പിക്കായിരുന്നു. ഗീതയും ഭാഗവതവും അതിലുണ്ട്. പിന്നെ സൂക്തങ്ങളൊക്കെ എല്ലാം കാണാതെ അറിയാത്ത, അതെല്ലാം ചൊല്ലിക്കൊണ്ടേ നടക്കും. ഇങ്ങനെ ഇത്ര അടുത്ത വീടെന്ന് എനിക്ക് അറിയാൻ വയ്യായിരുന്നു. തൊട്ടടുത്ത് തന്നെ. ആദ്യമൊക്കെ നമ്മൾ ഭാഗവതം ക്ലാസ്സിൽ സ്ഥിരം വരുമായിരുന്നല്ലോ. അവിടെ ഓഫ്ലൈനിലായിരുന്നപ്പം സ്ഥിരമായിട്ടും വന്നുകൊണ്ടിരുന്നത്, വായിക്കുകയും ചെയ്യുമായിരുന്നു. അല്ല, നമ്മുടെ നാഗമ്പടം വരെ വരുമായിരുന്നല്ലോ. നാഗമ്പടം വരെ വരുമായിരുന്നു. അവിടെയും വരുമായിരുന്നു. അതെ അതെ അതെ. ഏതായാലും നല്ലതായിട്ട് പോയി എന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്കത് വലിയ ആശ്വാസമാണെന്ന് മാത്രമല്ല, നമുക്കതൊരു വലിയ അവാർഡാണ് ഭാഗവതത്തെ കുറിച്ചുള്ള. അപ്പൊ നമുക്ക് 26ാമത്തെ ശ്ലോകമല്ലേ 88-ൽ? അതെ സാർ. ശരി. എത്ര നാരായണ സാക്ഷാന്യാഭിനാം പരമാഗതി ശാന്താനാം ന്യസ്തദണ്ഡാനാം യതോ നാവർത്തതേ. വൈകുണ്ഠത്തിലേക്ക് എത്തി എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചത്. അപ്പോൾ യാതൊരു വൈകുണ്ഠത്തിലാണോ നാരായണൻ ഉള്ളത്, സാക്ഷാത് ജ്ഞാഫിനാം പരമാഗതി. സന്യാസികളാണ്. സന്യാസികൾക്ക് പരമമായ ഗതി എവിടെയാണോ ഇത് വൈകുണ്ഠത്തിലാണ് സാക്ഷാത് നാരായണൻ ഇരിക്കുന്നതാണ്. ശാന്താനാം ന്യസ്തദണ്ഡാനാം, ശാന്തന്മാരായ ആൾക്കാർ. ന്യസ്തദണ്ഡന്മാർ, ഉപേക്ഷിക്കപ്പെട്ട ദണ്ഡോടുകൂടിയവർ. ബ്രഹ്മചാരി ഭാവം ഉപേക്ഷിച്ചു കഴിഞ്ഞവർ. ന്യസ്തദണ്ഡാനാം യതഃ, യാതൊരു സ്ഥലത്തു നിന്നും ആവർത്തതേ ഗത. വൈകുണ്ഠത്തെത്തിയാൽ പിന്നെ തിരിച്ചു വരില്ല. ഇപ്പൊ ഹിമാലയത്തിൽ പോയിട്ട് വരുന്ന പോലെ അല്ല, അവിടെ പോയാൽ തിരിച്ചു പോരാ. ഇതുപോലെ വൈകുണ്ഠത്തിലേക്ക് പോയിട്ടൊന്നും വരാം എന്ന് വിചാരിക്കാൻ പറ്റില്ല. അത് പോയിട്ട് തിരിച്ചു വരാൻ പറ്റില്ല. ആവർത്തതേ ഗത, എത്തിയാൽ പിന്നെ ആവർത്തനമില്ല, തിരിച്ചു വരില്ല. അങ്ങനെ സന്യാസികളുടെ പരമപുരുഷാർത്ഥമായ പ്രാപ്യസ്ഥാനമാണ് വൈകുണ്ഠം. അവിടെ എത്തിയാൽ പിന്നെ ആ നാരായണ സന്നിധിയിൽ നിന്ന് മടങ്ങാനോ സംസാരത്തെ പ്രാപിക്കാനോ ആർക്കും പറ്റില്ല. അത്രയ്ക്ക് ശ്രേഷ്ഠമായ ഉത്കൃഷ്ടമായ ഒരു സ്ഥലമാണ് ഈ വൈകുണ്ഠം. അവിടേക്കാണ് ഇദ്ദേഹം എത്തിച്ചേർന്നത്. എത്ര നാരായണ സാക്ഷാന്യാഭിനം പരമാഗതി ശാന്താനാം ന്യസ്തദണ്ഡാനാം യതോ ആവർത്തതേ ഗത. തം തഥാ വ്യസനം ദൃഷ്ട്വാ ഭഗവാൻ ഊർജനാർദ്ദന ദൂരാത് പ്രത്യുദിയാത് കൃത്വാ പടുകോ യോഗമായ. തം തഥാ വ്യസനം, അപ്രകാരമുള്ള വ്യസനത്തോടുകൂടിയ തം അവനെ. അദ്ദേഹം വളരെയധികം വിഷമത്തോടു കൂടിയാണല്ലോ അവിടേക്ക് എത്തിച്ചേർന്നത്. അതുകൊണ്ട് എത്രത്തോളം വിഷമിച്ചാണോ, കാരണം മറ്റ് രണ്ട് സ്ഥലത്തും പോയിട്ട് ഗതി കിട്ടാതെ വന്നിട്ട് സാക്ഷാൽ ഭഗവാൻ അവസാനം എത്തിച്ചേർന്നത് വൈകുണ്ഠ ലോകത്തിലേക്കാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോരേണ്ടി വരില്ല. അങ്ങനെ ഉള്ള വ്യസനം കണ്ടിട്ട് ഭഗവാൻ വൃജിനാർദ്ദന,
ജനാർദ്ദനൻ ഉള്ളതിന് പകരമുള്ള മറ്റൊരു വാക്കാണ് വൃജിന അർദ്ദനഹ. വൃജിനം ദുഃഖം, അർദ്ദനം ചെയ്യുക, നശിപ്പിക്കുക. വൃജിനാർദ്ദനഹ ദുഃഖത്തെ നശിപ്പിക്കുന്നവനായ സാക്ഷാൽ ഭഗവാൻ. ദൂരാത് പ്രത്യുദ്യാ, ദൂരെ വെച്ച് തന്നെ സ്വീകരിച്ചു. പ്രത്യുദ്യാ ഉപചരിച്ചു, സ്വീകരിച്ചു. ഭൂത്വ വടുകോ യോഗമായ, ഒരു വടുകനായിട്ട് യോഗമായ കൊണ്ട് തൃകാസുരന്റെ ചെയ്തു സ്വീകരിച്ചു, എതിരേറ്റു ഫലം. തൃകാസുരൻ അപ്രകാരം വ്യസനിച്ചു വരുന്ന ശിവനെ കണ്ടിട്ട് സന്താപഹാരിയായ ഭഗവാന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ആ ഭഗവാൻ തന്റെ യോഗശക്തി കൊണ്ട് താൻ ഒരു ബ്രഹ്മചാരി വേഷത്തിൽ ആയി. ദൂരെ നിന്ന് വരുന്ന മൃഗാസുരനെ കണ്ടിട്ട് അടുക്കൽ ചെന്ന് അദ്ദേഹത്തെ നമസ്കരിച്ചു, പൂജിച്ച്, ആദരിച്ചു, ബഹുമാനിച്ചു. തഥാം ജഫനം ദൃഷ്ട്വാ ഭഗവാൻ വൃജനാർദ്ദനാം ദൂരാത് പ്രത്യുദിയാത് ഭൂത്വാ വടുകോ യോഗമായയാം മേഖലാജിനദണ്ഡാക്ഷേ തേജസാഗ്നിരിവജ്വലൻ അഭിവാദയാമാഫതം കുശപാനിർവിനീതവത്. മേഖല അജിന ദണ്ഡ അക്ഷൈഹി. മേഖല മുഞ്ചക്കയറ് അല്ലെങ്കിൽ അരയിൽ കെട്ടുന്ന മേഖല. അജിനം തോല് കൃഷ്ണചർമ്മം. ദണ്ഡം വടി. അക്ഷം ജപമാല എന്നിവയോട് കൂടിയും മേഖല അജിന ദണ്ഡ അക്ഷൈഹി തേജഫ അഗ്നിരിവജ്വലൻ. തേജസ് കൊണ്ട് അഗ്നിയെപ്പോലെ കത്തിജ്വലിക്കുന്നവനായിട്ട് അഭിവാദയാമഫ അഭിവാദനം ചെയ്തു. ചത്തം ക്ഷപാണ് വിനീതവത്. വിനയമുള്ളവനെ പോലെ അവനെ അഭിവാദയാമഫ അഭിവാദ്യം ചെയ്തു. ഈ ബ്രഹ്മചാരിയായ ഭഗവാന്റെ വേഷമെന്ന് വർണ്ണിച്ചതാണ്. അരയിൽ മുഞ്ചക്കയറും മാറിൽ കൃഷ്ണമൃഗത്തോലും കയ്യിൽ ഒരു ദണ്ഡും മറ്റൊരു കയ്യിൽ ജപമാലയുമായി തന്റെ ശരീരത്തിൽ നിന്നും അഗ്നിയുടെ കാന്തി ജ്വലിച്ചുകൊണ്ട് കയ്യിൽ ദർഭപ്പുല്ലും പിടിച്ചുകൊണ്ട് വിനയമുള്ളവരെന്ന മട്ടിൽ മൃഗാസുരന്റെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. സാക്ഷാൽ ഭഗവാൻ മൃഗാസുരനെ അഭിവാദ്യം ചെയ്തു. മേഖലാജിനദണ്ഡാക്ഷൈ തേജസഗ്നിരിവജ്വലൻ അഭിവാദയാമാഫചതം കുശപാനുർവിനീതവത്. മേഖലാജിനദണ്ഡാക്ഷൈ തേജസഗ്നിരിവജ്വലൻ അഭിവാദയാമാഫാം ചതം കുശപാനുർവിനീതവത്. ശാകുനേയ ഭവാൻ വ്യക്തം സാന്തക്യം ദൂരമാഗതാം ക്ഷണം വിശ്രമ്യതാം പുംസ ആത്മായം സർവകാമതി. ശകുനേയ, ശകുനിയുടെ പുത്രനായ ഹേ അങ്ങ് ഭവാൻ വ്യക്തം ശ്രാന്ത, അങ്ങ് ക്ഷീണിതനാണെന്ന് വ്യക്ത. അങ്ങനെ കണ്ടാൽ നന്നായിട്ട് ക്ഷീണിതനായിട്ട് പരവേശപ്പെട്ടു വരികയാണ്. ദൂരമാകത, ദൂരം ഒന്ന് ഓടി വരിക എന്ന് കണ്ടപ്പോൾ ക്ഷണം വിശ്രമ്യതാണ്, ഒരു നിമിഷം ഒന്ന് വിശ്രമിച്ചോളൂ. പുംസ ആത്മായം സർവകാമത്വം. പുരുഷന്റെ ഈ ശരീരം എല്ലാ കാമങ്ങളെയും സാധിപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് ശരീരത്തെ അലട്ടരുത്, വേദനിപ്പിക്കരുത്, വിഷമിപ്പിക്കരുത്, ക്ഷീണിപ്പിക്കരുത്. അല്പസമയം വിശ്രമിച്ചോളൂ. അല്പസമയം വിശ്രമിച്ചിട്ട് വേണ്ട വിധത്തിൽ ക്ഷീണമൊക്കെ തീർത്തിട്ട്, കാരണം കണ്ടറിയാം ദൂരെ നിന്ന് ഓടി വരികയാണ് എന്നിങ്ങനെ തോന്നുന്നു, ദൂരസ്ഥലത്തു നിന്ന് വരികയാണ്, ഒരു വ്യാകുലതയുണ്ട്, എന്താ പ്രശ്നം ഒന്ന് പറയൂ, എന്താണ്? ശാകുനേയ ഭവാൻ വ്യക്തം സാന്തക്യം ദൂരമാഗത ക്ഷണം വിശ്രമ്യതാം പുംസ ആത്മായം സർവകാമധുക്. യതിന ശ്രവണായാലം യുഷ്മദ്യവഫിദം വിഭോ ഭണ്യതാം പ്രായശ പുംഭിർ സ്വാധൻ സമീഹതേ. യതി ന ശ്രവണായ അലം. ഇത് ശ്രവണത്തിനായിക്കൊണ്ട് സമർത്ഥമെങ്കിൽ, ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതാണെങ്കിൽ, നഹശ്രവണായ അലം, ഞങ്ങൾക്ക് കേൾക്കാൻ പര്യാപ്തമാണെങ്കിൽ, യുഷ്മത് വ്യവഫിതം വിഭോ, അങ്ങയുടെ നിശ്ചയം, അങ്ങയുടെ തീരുമാനം ധന്യതാം പറയൂ. പ്രായശ പുംഭിർ ഹൃദയ സ്വാർത്ഥം സമീഹത. മിക്കവാറും പുരുഷന്മാരൊക്കെ മനുഷ്യരോടുകൂടി
സ്വാർത്ഥൻ സ്വന്തം കാര്യങ്ങളെ ബാധിക്കുന്നവരാണ് അധികവും. അതുകൊണ്ട് എന്നോട് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുമോ എന്ന് നോക്കാം. സഹായത്തോടു കൂടിയവരാണ് പുരുഷന്മാരൊക്കെ. സ്വാർത്ഥൻ സ്വന്തം കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഒരു പരസഹായം ആവശ്യമായിട്ട് വന്നേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം വിരോധമില്ലെങ്കിൽ പറയൂ, ഞാൻ കേട്ടോളാം. എന്നിട്ട് എന്തെങ്കിലും ഒരു പരസഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം എന്ന് വിനീതനായി ഭഗവാൻ മഹർഷി അസുരനോട് അറിയിച്ചു. യതിന ശ്രവണായാലം യുഷ്മം വ്യവസിതം വിഭോ ധന്യതാം പ്രായശപുംഭൃതേ സ്വാർത്ഥം സമീഹതേ. യതിന ശ്രവണായാലം യുഷ്മം വ്യവസിതം വിഭോ ധന്യതാം പ്രായശപുംഭൃതേ സ്വാർത്ഥം സമീഹതേ. ശ്രീശുകവും ഈ ശുകൻ കയറി പറഞ്ഞു, ഏവം ഭഗവതാ വൃഷ്ടോ വജസാമതവർഷിണ ഗതക്രമോബ്രവേത് തസ്മൈ യഥാപൂർവമനുഷ്ഠിതം. ഇങ്ങനെ ഭഗവതാ പൃഷ്ട ഭഗവാനാൽ ചോദിക്കപ്പെട്ടപ്പോൾ വജസാ അമൃതവർഷിണ അമൃത് വർഷിക്കുന്ന വാക്കോടെ ഭഗവാൻ ചോദിച്ചപ്പോൾ ഗതക്രമ ക്ഷീണമൊക്കെ മാറിയിട്ട് അബ്രവീത് പറഞ്ഞു. ക്രമം ക്ഷീണം, ഗതക്രമം ക്ഷീണം മാറിയിട്ട് അബ്രവീത് പറഞ്ഞു. തസ്മൈ അവൻ യഥാപൂർവം അനുഷ്ഠിതം. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ചുരുക്കി അദ്ദേഹത്തോട് പറഞ്ഞു. എന്തൊക്കെയാണ് സംഭവിച്ചത്, ഞാൻ എങ്ങനെ ഇവിടെ ഓടിയെത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. ഏവം ഭഗവതാ വൃഷ്ടോ വജസാ അമൃതവർഷിണാം ഗതക്രമോ അബ്രവീത് തസ്മൈ യഥാപൂർവമനുഷ്ഠിതം. ഏവം തർഹി തദ്വാക്യം ന വയം ശ്രദ്ധധീമഹി യോ ദക്ഷശാപാത് പൈശാച്യം പ്രാപ്ത പ്രേതപിശാചരാക്ഷ്. ഏവം തർഹി ഇങ്ങനെയാണെങ്കിൽ തദ്വാക്യം ന വയം ശ്രദ്ധധീമഹി അവന്റെ വാക്യത്തെ വയം ഞങ്ങൾ ന ശ്രദ്ധധീമഹി ആ പരമശിവന്റെ വാക്യത്തെ ഞങ്ങൾ ആരും ആദരിക്കാറില്ല. കാരണം യോ ദക്ഷശാപാത് ദക്ഷന്റെ ശാപം കൊണ്ട് പൈശാചപ്രാപ്ത പിശാചരാക്ഷ് പ്രേതങ്ങളുടെയും പിശാചങ്ങളുടെയും രാജാവായിട്ട് പിശാചന്മാരുടെ വൃത്തിയെ പ്രാപിച്ചവനാണ് ഇപ്പോൾ പരമശിവൻ. ശിവൻ തന്ന വരം ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങളാരും അത് വിശ്വസിക്കരുത്. അത് വിശ്വാസമായ വരമാണെന്ന് ഞങ്ങൾക്കൊരു ഉദ്ദേശമില്ല. കാരണം ദക്ഷന്റെ ശാപം കൊണ്ട് ശിവൻ പ്രേതങ്ങളുടെയും പിശാചുക്കളുടെയും രാജാവായിട്ട് അധിപതിയായിട്ട് പിശാചവൃത്തി പ്രാപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ദേവൻ നൽകിയ വരം ഫലിക്കുമോ? ഒരിക്കലും ഫലിക്കില്ല. ഭൂതങ്ങളുടെയും പ്രേതങ്ങളുടെയും പിശാചുക്കളുടെയും അവസ്ഥയെ പ്രാപിച്ച് ദേഹത്തെല്ലാം ഭക്തന്മാരി പൂശി വല്ല ഈ ശവം ദഹിപ്പിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിരുന്ന് ഭിക്ഷാടനം നടത്തി ഇങ്ങനെയൊക്കെ കഴിയുന്ന ഒരാൾക്ക് വരം കൊടുക്കാൻ അവകാശമുണ്ടോ? അയാൾക്ക് വരം കൊടുത്താൽ ഫലിക്കുമോ? ഇതൊന്നുമില്ല, വെറുതെയാണ്. ഏവം തർഹി തദ്വാക്യം ന വയം ശ്രദ്ധധീമഹി യോ ദക്ഷശാപാത് പൈശാച്യം പ്രാപ്ത പ്രേതപിശാചരാക്ഷ്. യദി തത്ര വിശ്രംഭോ ദാനവേന്ദ്ര ജഗദ്ഗുരോ തർഹ്യംഗാശു ശിരഫി ഹസ്തം ന്യഫ്യ പ്രതീയതാം. യദി വഹ നിങ്ങൾക്ക് വിശ്രംഭ ദാനവേന്ദ്ര ഹേ അസുരേന്ദ്ര ജഗദ്ഗുരു യദി വിശ്രംഭ ലോകഗുരുവായ അവനിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അല്പവിശ്വാസമുണ്ടെങ്കിൽ തർഹി അംഗ ആശു അംഗ സംബോധനയാണ്. പൂജ്യനായുള്ളവനെ ആശു വേഗം ശിരഫി സ്വന്തം ശിരഫിൽ ഹസ്തം ന്യഫ്യ പ്രതീയത സ്വന്തം ശിരഫിൽ കൈവച്ചിട്ട് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. പ്രതീയതാം പരീക്ഷത. ജഗദ്ഗുരുവാണ് ശിവൻ. അതുകൊണ്ട് ആ വാക്യം സത്യമല്ലാതിരിക്കില്ല എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ ശിവഭക്തന്മാരാണ്, ശിവനെ ആശ്രയിക്കുന്നു, ശിവൻ വലിയ ലോകീയ ഗുരുവാണ് എന്നൊക്കെയാണ് നിങ്ങൾക്ക് വിചാരമെങ്കിൽ
ആ നിങ്ങളുടെ വാക്യം സത്യമല്ലാതിരിക്കില്ല എന്നുവെച്ചാൽ സത്യം തന്നെയാകും എന്ന് വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ സ്വന്തം കൈ സ്വന്തം സെൽഫിൽ വെച്ച് നോക്കൂ, ഒന്നും പറ്റില്ല. ഈ വരം ഫലിക്കില്ല. എന്തിനു മറ്റൊരാളുടെ സെൽഫിൽ തൊടാൻ പോകുന്നു? സ്വന്തം സെൽഫിൽ വെച്ച് നോക്കൂ, ഇത് ഫലിക്കില്ല എന്നുള്ള ഉറപ്പാണ് എന്ന് ഈ ബ്രഹ്മചാരി ധൈര്യപൂർവ്വം അദ്ദേഹത്തെ ധരിച്ചു. യതിവസ്തത്ര വിശ്രംഭോദാനവേന്ദ്ര ജഗദ്ഗുരു തർഹ്യംഗാശുഫ്യപ്രതീയതാം. യതിവസ്തത്ര വിശ്രംഭോദാനവേന്ദ്ര ജഗദ്ഗുരു തർഹ്യംഗാശുഫ്യപ്രതീയതാം. യദ്യസത്യം വദ ശംഭോ കഥഞ്ചിത് ദാനവർഷഭാം തദൈനം ജഹ്യഫദ്വാചം ന യദ്വക്താനുലംബുനാം. യതി അസത്യം വചഃ ശംഭോ, ശംഭുവിന്റെ വാക്ക് അസത്യമാണ് എങ്കിൽ, ഹേ ദാനവർഷഭ, അസുരന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനെ, ശിവൻ പറഞ്ഞ വാക്യം യതി അസത്യം ആണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ തദൈനം ജഹി അസദ്വാചം, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അസത്യമായ ആ വാക്കിൽ ന യത് വക്ത അനൃതം പുനഃ, അങ്ങനെയാണെങ്കിൽ അന്യരോട് കളവ് പിന്നെ പറയാത്ത മട്ടിൽ ഒരു ശിക്ഷ കൊടുക്കണം പരമശിവൻ. ഇതിപ്പം താങ്കളുടെ ശരഫിൽ താങ്കൾ കൈവച്ചു, ഒന്നും പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ ശിവനെ വെറുതെ വിടരുത്, ശിക്ഷ കൊടുക്കും. മേലാൽ ഇങ്ങനെ ആൾക്കാരോട് എന്ത് ചെയ്ത് അസത്യം പറയരുത്. അതുകൊണ്ട് അതിന് തക്ക ശിക്ഷ പരമശിവന് കൊടുക്കണം. യദ്യസത്യം വദ ശംഭോ കഥഞ്ചിത് ദാനവർഷഭാം തദൈനം ജഹ്യ അസദ്വാചം ന യദ്വക്താനുലംബുനാം. യദ്യസത്യം വദ ശംഭോ കഥഞ്ചിത് ദാനവർഷഭാം തദൈനം ജഹ്യ അസദ്വാചം ന യദ്വക്താനുലംബുനാം. യദ്സിദ്ധം ഭഗവതശ്ചതുർ വജോഭിഃ ഫുപേശലൈ ഭിന്നധീർവിസ്മിതശൂർഷ്ണി സ്വഹസ്തം കുമതതു യഥാത്. യുദ്ധം ഇങ്ങനെ ഭഗവതഃ ചിത്രൈർവചോഭി, ഭഗവാന്റെ ബ്രഹ്മചാരി വേഷത്തിലുള്ള വൈചിത്ര്യമാർന്ന വാക്കുകളാൽ, ഫുപേശലൈ, ഏറ്റവും പേശലമായ രമ്യങ്ങളായ മനോഹരമായ വാക്കുകളാൽ, ഭിന്നധീ, ധീ ഭിന്നമായിട്ട് ബുദ്ധി ഭേദിച്ചവനായിട്ട്, വിസ്മൃതഃ എല്ലാം വിസ്മരിച്ചവനായിട്ട്, ശീർഷ്ണി സ്വഹസ്തം കുമതിഹി യഥാ, കുമതിയായ അവൻ സ്വന്തം കയ്യെ സ്വന്തം ശരീരത്തിലേക്ക് വെച്ചു. ഇത്തം ഭഗവതശ്ചിത്രൈർ വചോഭിഫുപേശലൈ ഭിന്നധീർ വിസ്മൃത ശീർഷ്ണി സ്വഹസ്തം കുമതിർവ്യഥാത്. അഥാപതത് ഭിന്നശിരാം വജ്രാഹതൈവ ക്ഷണാത് യേ ശബ്ദോ നമശബ്ദോ ഭവദ്ദിവി. തഥാ അപ്പോൾ ആപതത് വീണു ഭിന്നശിരാഹ, ശിരഫ് ഭേദിച്ച് താഴെ വീണു. വജ്രാഹതൈവ, വജ്രം കൊണ്ട്, വജ്രായുധം കൊണ്ട് അല്ലെങ്കിൽ ഇടിത്തി വീണതുപോലെ തല പിളർന്ന് അവൻ ഭൂമിയിൽ വീണു. ജയശബ്ദോ നമശബ്ദ ഫാത് ശബ്ദോ ഭവദ്ദിവി. അപ്പൊ സ്വർഗത്തിൽ ജയശബ്ദം ഉണ്ടായി, ഫാത് ശബ്ദം ഉണ്ടായി. ഫാധു വെച്ചാൽ നന്നായി, ജയ ജയ ഫാധു ഫാധു എന്നിങ്ങനെ ദേവന്മാർ, സിദ്ധന്മാർ, ഗന്ധർവന്മാർ ഇവരൊക്കെ നല്ല വാക്കുകൾ കൊണ്ട് ആശംസിച്ചു മഹാവിഷ്ണുവിനെ. അഥാപതദ്ഭിന്നശിരാവജ്രാഹതൈവ ക്ഷണാത് ജയശബ്ദോ നമശബ്ദ ഫാതു ശബ്ദോ ഭവദ്ദിവി. മൂജു പുഷ്പവർഷാണി ഹതേ പാപേ മൃഗാസുരേ ദേവഗന്ധർവാ മോചിത സങ്കടാത് ശിവ. പുഷ്പവർഷാണി മുമുചുഹു, പുഷ്പവർഷങ്ങൾ ചെയ്തു. ഹതേ പാപേ മൃഗാസുരേ, പാപിയായ മൃഗാസുരൻ മരിച്ചപ്പോൾ ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. മൂചുഹു, മോചിപ്പിച്ചു. ദേവ ഋഷി പിതൃ ഗന്ധർവാഹ, ദേവന്മാർ, ഋഷിമാർ, പിതൃക്കൾ, ഗന്ധർവന്മാർ ഇവരൊക്കെ സങ്കടാത് ശിവ മോചിത, ശിവനും സങ്കടത്തിൽ നിന്നും മോചിതനായി. ഇനി ശിവന് പേടിക്കണ്ടല്ലോ,
മറ്റേ വർഗാസുരൻ തലയെ തൊടാൻ വരുന്നു എന്ന് പേടിച്ച എവിടെ നിൽക്കുന്നേ? ഇനിയും പേടിക്കണ്ട. വർഗാസുരന്റെ തല എന്താണ് കഷ്ണങ്ങളായി അത് പൊട്ടിപ്പിളർന്ന് താഴെ വീണും ഞാൻ ജീവിക്കില്ല. ദേവന്മാർക്കും ഗന്ധർവന്മാർക്കും ഒക്കെ സന്തോഷമായി, പരമേശ്വരനും സന്തോഷമായി. മൂജു പുഷ്പവർഷാണി ഹതേ പാപേ വൃകാസുരേ ദേവർഷി വിദുർഗന്ധർവാമോചിത സങ്കടാശിവാം. മൂജു പുഷ്പവർഷാണി ഹതേ പാപേ വൃകാസുരേ ദേവർഷി വിദുർഗന്ധർവാമോചിത സങ്കടാശിവാം. മുക്തം ഗിരിശമഭ്യാഹ ഭഗവൻ പുരുഷോത്തമ ഹോ ദേവ മഹാദേവ പാപോയം സേന പത്മനാം ഹതക്കോന്നു മഹദ്വീശ ചന്ദുർവൈ കൃതകിൽബിഷാം ക്ഷേമീഷ്യത് കിമു വിശ്വേശേ കൃതാഗസ്തോ ജഗദ്ഗുരു. മുക്തം മോചിപ്പിക്കപ്പെട്ട ഗിരിശം ശിവനോട് അഭ്യാഹം പറഞ്ഞു. ഭഗവാൻ പുരുഷോത്തമാണ്. പുരുഷോത്തമനായ ഭഗവാൻ മൃത്യുഭീതിയിൽ നിന്നും മോചിതനായ പരമശിവനോട് ഇങ്ങനെ പറഞ്ഞു: ക്ഷേമീഷ്യത് കിമു വിശ്വേശേ കൃതാഗസ്തോ ജഗദ്ഗുരു. ക്ഷേമീഷ്യത്, ക്ഷേമം ഉള്ളവനായി തീർന്നിരിക്കുന്നുവല്ലോ. എന്തുകൊണ്ടാണ്? കിമു അല്ലേ, ഹേ വിശ്വേശേ കൃതാഗസ്തോ ജഗദ്ഗുരു. ആഗഫുകളൊക്കെ നഷ്ടപ്പെട്ടവനായിട്ട് കൃത ആഗഫ്ക, ആഗഫ്കം ച അപരാധം, തെറ്റ്, പാപം എന്നാണ്. കൃതാഗഫ്ക പാപം ചെയ്തവൻ, വിശ്വേശേ ജഗദ്ഗുരു വിശ്വത്തിന്റെ ഈശ്വരനായ ജഗദ്ഗുരുവിൽ പാപം ചെയ്തവന്റെ കാര്യം പിന്നെ പറയാനുമില്ലല്ലോ. അതായത് മഹാദേവനോട് പറയുകയാണ് ഭഗവാൻ, പാപകർമ്മരതനായ ഇവൻ അവന്റെ പാപം കൊണ്ടാണ് ഇപ്പോൾ ഹനിക്കപ്പെട്ടത്. അല്ല, അതിന് പ്രത്യേകിച്ച് ബാഹ്യമായ കാരണമില്ല. അവന്റെ ഉള്ളിലുള്ള പാപം അവന്റെ മരണത്തിന് പരിണാമമായി ഭവിച്ചു. ആര് ഏതുവിധ കർമ്മം ചെയ്യുന്നുവോ അതിന്റെ ഫലം അവൻ അനുഗ്രഹിക്കുകയോ നിഗ്രഹിക്കുകയോ ചെയ്യും. ഏത് കർമ്മം ചെയ്യുന്നോ ആ കർമ്മത്തിനനുസരിച്ചാണ് നിഗ്രഹാനുഗ്രഹങ്ങളായ പുണ്യപാപ കർമ്മഫലങ്ങൾ ലോകത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് ഇവൻ ചെയ്ത പാപകർമ്മത്തിന്റെ ഫലം കൊണ്ടാണ് ഇവൻ നിഗ്രഹിക്കപ്പെട്ടത്. എന്നാൽ ഹനിക്കപ്പെട്ടവനല്ല എന്ന് സാരം. ഞാൻ അവനെ കൊല്ലാൻ ഒരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവന്റെ പാപമാണ് അവന്റെ നാശത്തിന് കാരണം. അങ്ങയുടെ ഭക്തന്മാരോട് അപരാധം ചെയ്ത കൃതകൽഭിഷന്മാരായ ഏതൊരു ജന്തുവും ഒരിക്കലും ക്ഷേമമുള്ളതായിട്ട് ഭവിക്കില്ല. ക്ഷേമീഷ്യത് കിമു, ജഗദ്ഗുരുവും വിശ്വേശ്വരനുമായ അങ്ങയിൽ പാപം ചെയ്ത ഒരാൾ എങ്ങനെ ക്ഷേമമായിട്ട് ജീവിക്കാൻ പറ്റും? അതുകൊണ്ട് അങ്ങയിൽ അപരാധം ചെയ്തവൻ നശിക്കുക തന്നെ ചെയ്യണമല്ലോ. ലോകഗുരുവായ അങ്ങയോട് അപരാധം കാണിച്ച ഒരുവൻ നശിക്കാതിരിക്കല്ലേ? നശിക്കുക തന്നെ വേണം. നശിക്കാതിരുന്നാൽ അത് വിട്ടതാണ്. അവന്റെ സ്വന്തം പാപകർമ്മം കൊണ്ട് തന്നെയാണ് അവൻ നശിച്ചത്. മുക്തം ഗിരിശമഭ്യാഹ ഭഗവാൻ പുരുഷോത്തമ അഹോ ദേവ മഹാദേവ പാപോയം സ്വേന പത്മനാം ഹത കോന്നു മഹത്സ്വീശ ജന്തുർവൈ കൃതകിൽബിഷാം ക്ഷേമീഷ്യാന്തിമോ വിശ്വേശേ കൃതാഗസ്തോ ജഗദ്ഗുരു. മുക്തം ഗിരിശമഭ്യാഹ ഭഗവാൻ പുരുഷോത്തമാം അഹോ ദേവ മഹാദേവ പാപോയം സ്വേന പത്മനാം ഹതക്കോന്നു മഹത്സ്വീശ ചന്ദ്രുവൈ കൃതകിൽബിഷാം ക്ഷേമീഷ്യാന്തിമോ വിശ്വേശേ കൃതാഗസ്തോ ജഗദ്ഗുരു. ഏവമവ്യാകൃതശക്തിയുദന്വതാം പരഫ്യസാക്ഷാത് പരമാത്മനോ ഹരേ ഗിരിത്രമോക്ഷം കഥയത് ശൃണോതി വാം വിമുച്യതേ സംസ്കൃതിഭിസ്തഥാ അരിഭീം. യഹ യാതൊരുവനാണോ ഏവം ഇങ്ങനെ അവ്യാകൃത ശക്തി ഉദന്വത, അവ്യാകൃതമായ ശക്തിക്ക് സമുദ്രമായിരിക്കാം.
ഉദന്വാൻ സമുദ്രം, അവ്യാകൃതമായ ശക്തിയുടെ സമുദ്രമായിരിക്കുക. അളക്കാനാവാത്ത ശക്തിയുടെ ഒരു കടലാണ് സാക്ഷാൽ ഭഗവാൻ. പരഫ്യ സാക്ഷാത് പരമാത്മനോ ഹരേ, പരമാത്മാവും പരനുമായിരിക്കുന്ന ഹരിയുടെ, പരമാത്മന ഹരേ ഗിരിത്രമോക്ഷം, ഗിരീശനായ പരമശിവനെ സങ്കടത്തിൽ നിന്നും മോചിപ്പിച്ച കഥ. ഗിരിത്രൻ ശിവനാണ്. ഗിരിയെ ത്രാണനം ചെയ്യുന്നവൻ, പർവ്വതത്തെ അവിടെ ഇരുന്ന് രക്ഷിക്കുന്നവൻ. അതുകൊണ്ട് ഗിരിത്രൻ എന്ന് പരമശിവന് പേരായി. ആ പരമശിവന്റെ സങ്കടത്തിൽ നിന്നുള്ള മോക്ഷം, അതാണ് മോചനമാണ് ഇവിടെ മോക്ഷം, മറ്റേ മോക്ഷമല്ല. ഗിരിത്രമോക്ഷം, പരമശിവന് സങ്കടകരമായ അവസ്ഥയിൽ നിന്നും മോചനം പ്രാപിച്ചത് കഥയെ എന്താണ് പറയുകയോ ശൃണോതിവ കേൾക്കുകയോ ചെയ്യാൽ വിമുച്യത്തെ മോചിക്കപ്പെടുന്നു. സംസൃതിഭിഹി തഥാ അരിഭി, സംസാരത്തിൽ നിന്നും അങ്ങനെ ശത്രുക്കൾ, അരി ശത്രു, തഥാ അരിഭിഹി അങ്ങനെ ശത്രുക്കളിൽ നിന്നും, സംസാരത്തിൽ നിന്നും ശത്രുക്കളിൽ നിന്നും അവനെ മോചനം നേടാൻ കഴിയുന്നതാണ് അങ്ങനെ ആയാൽ. അപ്പൊ ഇങ്ങനെ വാക്കിനും മനസ്സിനും വിഷയമല്ലാത്ത ഒരു ശക്തിയുടെ ഉറവിടമാണ് സാക്ഷാൽ പരമാത്മാവായ പരമപുരുഷനായ ശ്രീഹരി. ആ ശ്രീഹരി പരമേശ്വരനെ സങ്കടത്തിൽ നിന്ന് മോചിപ്പിച്ച ഈ കഥ ആരെങ്കിലും കേൾക്കുകയോ ആരെങ്കിലും പറയുകയോ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്താൽ അവന് സംസാര സങ്കടവും ശത്രു സങ്കടവും ഉണ്ടാവില്ല. വിമുച്യതേ സംസൃതിഭിഹി തഥാ അരിഭി, വിമുച്യതേ മോചിക്കപ്പെടുന്നു, സംസൃതിഭിഹി സംസാരത്തിൽ താലോ, തഥാ അരിഭി അങ്ങനെ അരികളാലോ ശത്രുക്കളാലോ ഉണ്ടാകുന്ന സകല ഭയവും ഇല്ലാതാകും എന്ന് ഈ കഥയുടെ ഒരു ഫലശ്രുതി. കഥ എന്തിനാണ് താൻ ഇങ്ങനെ പറഞ്ഞത് എന്നാണെങ്കിൽ, ഭഗവാനെ ആശ്രയിച്ചാൽ ആർക്കും രക്ഷ കിട്ടും എന്ന് കാണിക്കാൻ. പരമേശ്വരനും അങ്ങനെയാണ്. വൈകുണ്ഠത്തിൽ എത്തിയപ്പോഴാണ് രക്ഷ കിട്ടിയത്. അവിടെ എത്തിയാൽ ആർക്കും ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ജീവിതത്തിൽ കടുത്ത ദുഃഖങ്ങളും ആപത്തുകളും വിഷമതകളും കടന്നു വീഴുമ്പോൾ ഭഗവാനിലേക്ക് തിരിഞ്ഞാൽ അവിടെ രക്ഷയുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് എന്ന് ഉറപ്പിക്കലാണ് ഈ കഥയുടെ ലക്ഷ്യം. അങ്ങനെ ഒരു മനോഹരമായ കുഞ്ഞു കഥ പറഞ്ഞ് അധ്യായങ്ങളെ ഉപസംഹരിപ്പിക്കാം. ഏവമവ്യാഗത ശക്തിയുതന്വത പരഫ്യ സാക്ഷാത് പരമാത്മനോ ഹരേ ഗിരിത്രമോക്ഷം കഥേത് ശൃണോതിവാം വിമുച്യതേ സംസൃതിഭിസ്തഥാരിഭിം. ഏവമവ്യാഗത ശക്തിയുതന്വത പരഫ്യ സാക്ഷാത് പരമാത്മനോ ഹരേ ഗിരിത്രമോക്ഷം കഥേത് ശൃണോതിവാം വിമുച്യതേ സംസൃതിഭിസ്തഥാ അരിഭിം. ഏവമവ്യാഗത ശക്തിയുതന്വത പരഫ്യ സാക്ഷാത് പരമാത്മനോ ഹരേ ഗിരിത്രമോക്ഷം കഥേത് ശൃണോതിവാം വിമുച്യതേ സംസൃതിഭിസ്തഥാ അരിഭിം എന്നിങ്ങനെ മൃഗാസുരന്റെ കഥ പറഞ്ഞ് ആ അധ്യായം ഉപസംഹരിച്ചു. ഇനിയും 2 അധ്യായം കൂടെ ഉള്ളൂ. 89, 90 കൂടി മാത്രം. നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. പക്ഷെ എനിക്ക് ഇന്ന് മടിയൊരു പ്രഭാഷണമുണ്ട്. 6 മണിക്കാണ് 5:30 ആകുമ്പോൾ എത്താം. അപ്പോൾ ഇന്ന് 4, 4:45 പോയാൽ 5:30 അവിടെ എത്താൻ പറ്റും. ഞാനൊന്ന് കുളിച്ച് ഒന്ന് പോകാൻ തയ്യാറാകാം. അപ്പം നമുക്ക് ഇന്നുള്ള ദിവസം അടുത്ത അധ്യായം അടുത്ത ദിവസം ആരംഭിക്കാം. വണ്ടിയൊരു സത്രം നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ഇന്ന് വൈകിട്ടാണ് എൻ്റെ പ്രഭാഷണം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊന്ന് പോകേണ്ടി വരുന്നു. അതുകൊണ്ട് ഇന്ന് നമുക്കിവിടെ ഉപസംഹരിച്ചിട്ട് അടുത്ത ദിവസം നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. സംശയം വല്ലാണ്ട് ചോദിക്കാം. എത്രാം ദിവസം സാറേ മള്ളിയൂര്? ഇന്ന് 2ാം ദിവസം. 21 മഹാത്മ്യം,
22 ഇന്നലെ 1-ാം ദിവസം, ഇന്നലെ 2-ാം ദിവസം. ലൈവ് വിഷയം ഉണ്ട്. കപിലോപദേശം. കപിലം. അത് ഈ പറഞ്ഞ പോലെ അതിന്റെ ലൈവ് ഉണ്ടോ? ലൈവ് കാണുമായിരിക്കും, ഞാൻ ചോദിക്കട്ടെ. ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോട്ടൊന്നും ഇടാൻ അത് സാധാരണ യൂട്യൂബിൽ കാണും. അവരുടെ യൂട്യൂബിൽ ഇടുന്നുണ്ടല്ല, യൂട്യൂബിലോട് ചെയ്യുന്നുണ്ടല്ല, യൂട്യൂബിൽ ഇടുന്നുണ്ട് അവരുടെ മള്ളിയൂര്. എല്ലാ ദിവസത്തെയും ഉണ്ടോ? ലൈവ് ഉണ്ടോ? ലൈവ് കണ്ടിട്ടില്ല. യൂട്യൂബില് ഇന്നും ലൈവ് കണ്ടിട്ടില്ല. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ കേക്കാം, യൂട്യൂബിൽ കേൾക്കാം. ഓക്കെ സാർ കപിലോപദേശത്തിലല്ലേ ബഹുമാനന്ദ സ്വാമിജിയുടെ അവിടെയും പറഞ്ഞത്? അതെ, അത് തന്നെ അവിടെയും പറഞ്ഞു. ഇവിടെ അത് തന്നെ ഇപ്പൊ തന്നേക്കും. അത് മോക്ഷത്തിന്റെ തന്നെയാണ്, ഇവിടെ മോക്ഷത്തിന്റെ. അത് തന്നെ, അതെ. കപിലോപദേശം ഒത്തിരി ഉണ്ടല്ലോ, ഏതെങ്കിലുമൊക്കെ ഭാഗം മാറി മാറി പറയാമല്ലോ. സ്വാമി കഴിഞ്ഞ ക്ലാസ്സിലല്ലേ സാറിനോട് പറഞ്ഞു? അതെ, മോട്ട എനിക്ക് ഇനിയൊരു ജന്മം വേണ്ട. അതെ അതെ, അതിങ്ങനെ എപ്പോഴും പറയും, ഇതുകൊണ്ട് എനിക്ക് തീരണം, ഒരു കഷ്ടപ്പാടുണ്ടാവാതെ. അവരോടെല്ലാം പറഞ്ഞു, സാർ ഇങ്ങനെ പറഞ്ഞു, സ്വാമിക്ക് അങ്ങനെയൊന്നും വരില്ല എന്ന് സാർ പറഞ്ഞു. ഞാൻ ഉറപ്പാണെന്ന് പറഞ്ഞു, സ്വാമിക്ക് ഒരു വിഷമവും വരില്ല, സുഖമായിട്ട് എത്താൻ പറ്റും, ധൈര്യമായിട്ട്. ശരിയാ, ശരി. ഓരോ പ്രാവശ്യം ഞാൻ ഉറപ്പ് പറയുമായിരുന്നു. അത് അങ്ങനെ സംഭവിച്ചപ്പോ എനിക്ക് എല്ലാം അത്ഭുതമായി. ഭയങ്കര സന്തോഷമായി. ഭഗവാൻ കൂട്ടിക്കൊണ്ടുപോയത് അവരെ അമ്പലത്തിലേക്ക് മാറ്റി. ആ വീട്ടിൽ ആരുമില്ല. മാമി അമ്പലത്തിലോട്ട് ഒന്ന് പോയതേ ഉള്ളൂ, ജസ്റ്റ് ആ സമയത്ത് നിമിഷങ്ങൾക്കകം. അതാ രസം. 5 മിനിറ്റ് അവർ അമ്പലത്തിൽ. അതേ ഒരു വേദന പോലും അനുഭവിക്കാതെ, ഒരു കഷ്ടത അനുഭവിക്കാതെ സുഖമായിട്ട്. ഭയങ്കര ഭാഗ്യമാണ് ഇതുപോലെ കിട്ടണമെങ്കിൽ. അതെ, ഭാഗവതങ്ങളൊക്കെ കിട്ടുന്ന ഉറപ്പാണ്. നമ്മളിപ്പോ കണ്ടില്ല ഒരാളെ, അതുപോലെ നമുക്കൊക്കെ പറ്റും, ഉറപ്പാണ്. സാറിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും നമുക്ക് നമ്മളെന്തായാലും തെരഞ്ഞെടുത്ത വഴി നല്ല വഴിയാണല്ലോ, അതിൽ അങ്ങ് പോയാൽ മാത്രം മതി. ഇതൊരു ഭാഗവത മഹാത്മ്യമായിരുന്നില്ല? അതെ അതെ, തീർച്ചയായിട്ടും ഒരു മഹാത്മ്യമാണ് ഭാഗവതത്തിന്റെ. നമുക്ക് എപ്പോഴും സത്രത്തിന് വന്നിട്ട് അവിടെ കസേരയിൽ ഇരിക്കാൻ മേലെന്നും പറഞ്ഞാ എഴുന്നേറ്റ് പോയത്. താഴെ അങ്ങനെ ഇരിക്കുമെന്ന് ഓർത്തിട്ട് എനിക്ക്. അതെ, ഞാനത് സാറിനോട് ചോദിച്ച ഈ പ്രായത്തിൽ എങ്ങനെയാ തറയിലിരിക്കുന്നത്? താഴെ ഇരുന്നേ കഴിക്കുള്ളൂ, അടുക്കള ഇരുന്നേ കഴിക്കുള്ളൂ, താഴെ ഇരുന്നേ കഴിക്കുള്ളൂ. അപ്പൊ എങ്ങനെ ഇരുന്നിട്ട് എഴുന്നേക്കും സംശയം. പഴയ ശീലമല്ലേ, അതിങ്ങനെ അവിടെ നിന്ന് പിടിച്ചങ്ങ് എഴുന്നേക്കാം. കാല നീട്ടിയിരുന്നിങ്ങനെ അവിടെ നിന്ന് കഴിക്കും. നമുക്ക് ഇപ്പഴേ ഒന്നും സങ്കല്പിക്കാൻ പറ്റില്ല, മേശയും കസേരയില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അല്ല, സത്രത്തിന് വേണ്ടി മാത്രം അവിടെ മോന്റെ അടുത്തേന്ന് വന്നെന്ന് മാമി പറഞ്ഞായിരുന്നേ, ഇത് കേൾക്കാൻ വേണ്ടി. അതിനുവേണ്ടിയാ വന്നത്. ഇടയ്ക്കിടയ്ക്ക് ഗൾഫിൽ പോകും, 3 മാസം അവിടെ ആയിരിക്കും. അവിടെ ആയാലും തന്നെ ചിട്ട, മാറ്റമൊന്നുമില്ല. നാരായണ സാറിന്റെ ക്ലാസ് കേൾക്കുന്ന സമയങ്ങളിലെല്ലാം സ്വാമി എപ്പോഴും പറയുന്നത്, എനിക്ക് മോക്ഷം വേണം, എനിക്ക് മതിയായി സാറേ, എനിക്കിത് മാത്രമേ ഉള്ളൂ ചിന്ത, എനിക്ക് മോക്ഷം വേണം എന്നെപ്പോഴും പറയുമായിരുന്നു. സാർ ഓരോ പ്രാവശ്യവും ഉറപ്പ് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ തന്നെ സംഭവിക്കും. ഇങ്ങനെ ഇത് തന്നെയാണ് ശരിയായ വഴി, ഇതിലെ തന്നെ പോയാൽ മതി എന്നൊക്കെ സാറ് പറയും. ഇത് കേൾക്കുമ്പോ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, എന്റെ ഭഗവാനെ, ഈ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ ഈ പറയുന്നതിന്റെ എവിടെയാണ് ഇതിന്റെ ഉറപ്പ് എന്ന് ഞാൻ അപ്പോഴെല്ലാം ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോ പ്രത്യക്ഷ ദൃഷ്ടാന്തം ആയിരിക്കുക, ഒരു പ്രത്യക്ഷ ദൃഷ്ടാന്തം. ഇതിൽ കൂടുതൽ ഒരു ദൃഷ്ടാന്തം നമുക്ക് കിട്ടാനേ ഇല്ല ഈ കലിയുഗത്തിൽ. എത്ര ഭഗവൻ കേട്ടപ്പോ എനിക്കുണ്ടായ ഒരു ആശ്ചര്യം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതെ, അങ്ങനെ തന്നെയാണ്. ആശ്ചര്യം എന്ന് പറഞ്ഞാല് അത്യാശ്ചര്യമല്ല, ഭഗവാന്റെ അനുഗ്രഹം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമ്മളെ കാണിച്ചു തരിക. തീർച്ചയായിട്ടും. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ ഞാൻ ഒന്നും ചെയ്യാനല്ല, ഇങ്ങനെ അങ്ങ് പോയാൽ മതി ഈ വഴി. എന്ന് സാറ് പറയും. അതെന്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട് ആ സാറിന്റെ വാക്കും അദ്ദേഹത്തിന്റെ അപേക്ഷ. അതെ, സത്രത്തിന് തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ ഇത് തന്നെയാണ് പറഞ്ഞത്. അത് തന്നെയാ പറഞ്ഞത്. അതെ,
പണ്ട് തൊട്ടേ ഇങ്ങനെ പറയുന്നേ, മഠത്തിൽ നേരിട്ട് ക്ലാസ്സിന് വരുമ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു. പക്ഷേ അതും പറയും. പക്ഷേ കഴിഞ്ഞ അദ്ദേഹത്തിന് ക്ലാസ്സിൽ ഇങ്ങനെ തന്നെ പറയും. ഈ ഭാഗവതത്തെ സംബന്ധിച്ച് മാത്രല്ലേ പറയൂ, വേറെ ഒന്നും പറയൂ. വേറൊന്നും പറയുക, മറ്റൊന്നും കേൾക്കാൻ പറയുകയും വേണ്ട, ഒന്നുമില്ല. ഇത് മാത്രമേ ഫോണിന് ഒറ്റ ഉപയോഗം മാത്രമേ ഉള്ളൂ, വേറൊന്നും ഫോൺ ഉപയോഗിക്കുന്നില്ല. നിത്യേന സൂര്യഭഗവാനെ മണിക്കൂറുകളോളം നോക്കിയിരിക്കുമെന്നും ഉദയത്തില് ഭാഗവതം വായിക്കുമെന്നും പിന്നെ അതുപോലെ തന്നെ ആ പുസ്തകം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം അതെല്ലാം അതും ദിവസവും വായിക്കും. ഇതെല്ലാം കേട്ടപ്പോഴൊക്കെ എന്റെ വിചാരം, എന്നാലും സാർ ഇത്ര ഉറപ്പ് പറയുന്നല്ലോ, ഇത് മതി എന്ന്. അപ്പൊ ഞാൻ ഇപ്പൊ വിചാരിക്കുന്ന അതല്ല, സാറിനെ കൊണ്ട് ഭഗവാൻ തന്നെ സാറിലൂടെ പറഞ്ഞതാണ്. കാരണം സ്വാമി എന്തൊക്കെ ചെയ്യുന്നത് എനിക്കറിയാം, അതൊക്കെ ധാരാളമാ, ഒരു വിഷമവും ഇല്ല, പോകാൻ പറ്റുന്ന ഭഗവാന്റെ വാക്കുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് എന്നെ കൊണ്ട് പറയിക്കലാണല്ലോ ചെയ്യുന്നത്, അല്ലാതെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സാറേ. സാറിനല്ല ഒരു മനുഷ്യരൂപിക്ക് അത് പറയാൻ കഴിയത്തില്ല, ഭഗവാൻ തന്നെയാണ് പറയിച്ചത്. തീർച്ചയായിട്ടും. ഏതായാലും രണ്ടാത്മാവും പുണ്യമുള്ളതാ, അതെനിക്ക് മനസ്സിലായി. സ്വാമിയുടെ ആത്മാവും പുണ്യമുള്ളത്, സാറിന്റെ ആത്മാവും പുണ്യമുള്ളത്. നമുക്കെല്ലാം ഈ വഴി പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഞങ്ങളെയൊക്കെ ഞങ്ങളുടെ ആ നല്ല വാക്കിലൂടെ, ആ നല്ല നാക്കിലൂടെ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ നല്ല വാക്കുകൾ പറയണം, അതിനുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഉള്ളത്. നമസ്കാരം സാറേ, കൊടാനുകോടി നമസ്കാരം. സ്വാമിയുടെ ആത്മാവിന്റെ മുമ്പിലും കണ്ണുനീരോടെ കണ്ണുനീരോടെ പ്രണമിക്കുകയാണ്. ഈ ക്ലാസ്സിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ ദിവ്യമായിരുന്നു. എപ്പോഴും അത് വലിയ സന്തോഷമായിരുന്നു. അത് വിട്ടുപോയല്ലോ എന്നുണ്ട്, എന്തായാലും ആവട്ടെ, അങ്ങനെയാണല്ലോ. ഞാൻ അന്ന് അവിടെ വന്നവരോട് എല്ലാം ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ പറഞ്ഞു, അതേപോലെ വന്നു. എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു, ഇമോഷണൽ എല്ലാവർക്കും ഇത് കേട്ടപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ പറഞ്ഞു, ഭഗവാൻ തന്നെയാണ് കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. ഭയങ്കര അതാ മനുഷ്യന് പോകുന്നില്ല. ഭഗവാനെ എന്തായാലും ദുർഭാഗ്യമായി, ഇനി അങ്ങനെ ആവട്ടെ, എല്ലാവർക്കും ആവട്ടെ. നമുക്ക് ഇത് ഉദാഹരണമായിട്ട് കണ്ട് പ്രാർത്ഥിക്കാം. നമുക്കൊരു ബലമുണ്ട്, ഇനി നമുക്ക് പോവാം ഈ വഴി കൂടി. ഞങ്ങളെ എല്ലാവരും അങ്ങനെ കൊണ്ടുപോകുന്നുള്ളത് വിശ്വാസം. ഇനിയിപ്പോ നമുക്ക് വേറൊന്നും നേടാനില്ലല്ലോ, ഇത് മാത്രമേ ഉള്ളൂ, ആ വഴി പോയാൽ മാത്രം മതി. എല്ലാം ആയിക്കഴിഞ്ഞു. ഉപസംഹരിക്കാം. പോകണ്ടേ? പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം.